ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അൽ ഉർവത്തുൽ വുസ്ഖ എന്ന പ്രോഗ്രാമിലെ 11ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. നമ്മൾ ഓതിക്കേട്ട വചനം 40ാം അധ്യായം സൂറത്തു ഗാഫിറിലെ 60ാമത്തെ ആയത്താണ്. എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. എന്നെ ആരാധിക്കാതെ അഹങ്കാരം നടിക്കുന്നവരാരോ അവർ വഴിയെ നിന്ദ്യരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഇവിടെയുള്ള ഇബാദത്ത് അത് ദുആ ആകുന്നു എന്നുള്ളതാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാകുന്നു ആരാധന. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തിലെ 60ാമത്തെ ആയത്ത് പാരായണം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം പ്രാർത്ഥനകൾ അള്ളാഹുവിനോട് മാത്രമേ നമുക്ക് പാടുള്ളൂ എന്നുള്ളതാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് അള്ളാഹു അല്ലാത്തവരോടായാൽ അത് ശിർക്കാകുന്നു, അഥവാ അള്ളാഹുവിൽ പങ്കു ചേർക്കലാകുന്നു. എന്നാൽ ഇബാദത്തല്ലാത്ത ക്ഷണം, ഉദാഹരണമായി ഒരു വിവാഹത്തിലേക്ക് ക്ഷണിക്കൽ, അല്ലെങ്കിൽ ഒരു വിരുന്നിലേക്ക് ക്ഷണിക്കൽ, അല്ലെങ്കിൽ മനുഷ്യരുമായി ബന്ധപ്പെട്ട ക്ഷണങ്ങൾ, അത് അനുവദനീയമായിട്ടുള്ള കാര്യമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ദഅാകും ഫഅജീബൂഹ്, നിങ്ങൾക്ക് വല്ല ക്ഷണവും വന്നാൽ, അഥവാ മനുഷ്യരിൽ നിന്ന് വല്ല ക്ഷണവും, അത് വിവാഹമാകട്ടെ, വിരുന്നാകട്ടെ, മറ്റു സൽക്കാരങ്ങളാവട്ടെ, എന്ത് ക്ഷണമാണെങ്കിലും ഫഅജീബൂഹ്, അതിന് നിങ്ങൾ ഉത്തരം നൽകണം, ക്ഷണം സ്വീകരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് ഇബാദത്താകുന്ന ദുആ അഥവാ പ്രാർത്ഥന അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് വളരെ ഗൗരവമായി നാം മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.